നമസ്കാരം. നമ്മുടെ ഇന്നലകളാണ് ചരിത്രമാകേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും. എന്നാൽ ചില അവസരവാദികൾ കാരണം നമുക്കും നമ്മുടെ കുട്ടികൾക്കും തെറ്റായ ചരിത്രം പഠിക്കേണ്ടി വന്നു. നാട് കൊള്ളയടിച്ച പരദേശികൾ നമുക്ക് മഹാന്മാരായി. നാടിനായി ചോര ഒഴുക്കിയവൻ നമുക്ക് ആരുമല്ലാത്തവനായി. ഇപ്പോൾ പറഞ്ഞ ഈ വാചകത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാഗ്പൂരിൽ നടന്ന സംഘർഷവുമായി ഏറെ ബന്ധമുണ്ട്. കാരണം പാപങ്ങൾ ചെയ്തു കൂട്ടിയ ഒരു പാപിയെ, ഭാരതത്തെ കൊള്ളയടിച്ച മുഗൾ ചക്രവർത്തിയെ നാം കാലാകാലങ്ങളായി അറിയാതെയാണെങ്കിലും ബഹുമാനിച്ചു വരികയാണ്. മുഗൾ ചക്രവർത്തി മഹാനായ ഔറംഗസേബിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇയാളെ എന്ത് കണ്ടിട്ടാണ് മഹാനെന്ന് വിശേഷിപ്പിക്കുന്നത് എന്നത് ഇന്നും ചുരുളഴിയാത്ത രഹസ്യമാണ്. അരനൂറ്റാണ്ടോളം നീണ്ട തൻ്റെ ഭരണകാലത്ത് സ്വന്തം മതമൊഴികെയുള്ള മിക്കവാറും എല്ലാ മതങ്ങളെയും ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നടത്തിയ പോരാട്ടമാണോ ഇയാളെ മഹാനാക്കി മാറ്റുന്നത്? അതോ എല്ലാ ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും തകർക്കുവാനും എല്ലാ ഹിന്ദു സ്കൂളുകളും അടച്ചുപൂട്ടുവാനും പുറപ്പെടുവിച്ച ഉത്തരവുകളാണോ ഇയാളെ മഹാനാക്കുന്നത്? ഒരു വർഷത്തിനുള്ളിൽ, അതായത് 1679 80 ഇടയിൽ ആംബറിൽ മാത്രം 66 ക്ഷേത്രങ്ങളും ചിറ്റോറിൽ 63 ഉദയ്പൂരിൽ 123 ക്ഷേത്രങ്ങളാണ് ഔറംഗസേബ് തകർത്തു കളഞ്ഞത്. ഹിന്ദുക്കളുടെ എല്ലാ പൊതു ആരാധനയും ഇയാൾ നിരോധിച്ചു. മതം മാറാത്ത ഓരോ ഹിന്ദുവിനും മേൽ കനത്ത നികുതി ഭാരം ചുമത്തി. മതഭ്രാന്തിൻ്റെ ഫലമായി ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഛത്രപതി സംഭാജി നഗർ ജില്ലയിലെ ഔറംഗസേബിൻ്റെ ശവകുടീരം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വരുന്നത്. പ്രകടനത്തിനിടെ ഖുറാൻ കത്തിച്ചുവെന്ന് ജിഹാദികൾ നുണപ്രചാരണം നടത്തിയതോടെ കാര്യങ്ങൾ സംഘർഷത്തിലെത്തി. മധ്യ നാഗ്പൂരിലെ മഹൽ പ്രദേശത്തെ ചിറ്റ്നിസ് പാർക്കിലാണ് അക്രമം ആരംഭിക്കുന്നത്. പഴയ ഭണ്ഡാര റോഡിനടുത്തുള്ള ഹൻസപുരി പ്രദേശത്ത് രാത്രിയോടെ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. ജനക്കൂട്ടം ഒട്ടേറെ വാഹനങ്ങൾ കത്തിച്ചു. പ്രദേശത്തെ വീടുകളും ക്ലിനിക്കും നശിപ്പിച്ചു. തിങ്കളാഴ്ചയുണ്ടായ സംഘർഷത്തിൽ പോലീസിന് നേരെ വ്യാപക ആക്രമണവും തീവെപ്പും കല്ലേറും ഉണ്ടാകുകയും പോലീസുകാരടക്കം ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ സംഘർഷത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ മൈനോറിറ്റീസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഫാഹിം ഷാഹിം ഖാനെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ 50 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. സംഘർഷത്തിന് തൊട്ട് മുൻപ് നാഗ്പൂരിലെ 2 സ്ഥലങ്ങളിൽ ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചത് ഫാഹിം ഷാഹിം ഖാനാണെന്ന് FIRൽ പറയുന്നു. സംഘർഷം നിയന്ത്രിക്കുവാനായി നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥയുടെ യൂണിഫോമിലും ശരീരത്തിലും മോശമായി സ്പർശിച്ച സംഭവമടക്കം ഉണ്ടായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ കലാപമുണ്ടായ നാഗ്പൂരിൽ കർശന നടപടികളിലേക്ക് അധികൃതർ കടക്കുകയാണ്. അനധികൃത നിർമ്മിതികൾ ഉടൻ പൊളിച്ചു നീക്കുവാൻ തീരുമാനമായിട്ടുണ്ട്. മുംബൈയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായത്. നിയമ നടപടികൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം എല്ലാ അനധികൃത ഘടനകളും ഉടനടി പൊളിച്ചു മാറ്റുവാൻ മന്ത്രിയായ ചന്ദ്രശേഖർ ബവൻകുലെ അധികാരികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി നിരവധി നിയമപരമായ അറിയിപ്പുകളും ഔദ്യോഗിക കത്തുകളും അയച്ചിട്ടും അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാതെ കണ്ണടച്ച NMCയിലെ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, PWD ഉദ്യോഗസ്ഥൻ, MASFSUവിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നിവർക്കെതിരെ അന്വേഷണത്തിനും ബവൻകുലെ ഉത്തരവിട്ടു. അനധികൃതമായി കയ്യേറ്റക്കാരിൽ നിന്ന് മഹാരാഷ്ട്ര മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭൂമി ഉടൻ തിരികെ പിടിക്കുവാനും കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുവാനും ബവൻകുലെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നാഗ്പൂർ വെസ്റ്റ് MLA വികാസ് താക്കറെ, അന്യനിവാരൺ മഞ്ച് പ്രസിഡന്റ് ജ്വാല ദോട്ടെ, NMC, PWD, MAFSU എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം.
2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.